തമിഴ്നാട്ടിൽ SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ക്ഷണമുണ്ടെങ്കിലും TVക്ക് പങ്കെടുക്കില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, SIR-നെതിരെ ഒറ്റക്കെട്ടായിരുന്നു പ്രതിപക്ഷം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK യോഗം വിളിച്ചെങ്കിൽ പോലും TVക്ക് അടക്കം പങ്കെടുക്കുന്നില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. SIR-ഉം വലിയ തോതിലുള്ളൊരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ് തമിഴ്നാട്ടിൽ DMK. കാരണം നേരത്തെ മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രചാരണം കൊണ്ടുവന്നതാണ് DMK. അതിനുശേഷം ഇപ്പോൾ ഏതായാലും SIR കൂടി ആയുധമാക്കുകയാണ്. നേരത്തെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ DMK പ്രതികരിച്ചതാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കം അത് തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചതാണ്. തുടർന്നാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിലേക്ക് BJP-യെയും ADMK-യും വിളിച്ചിട്ടില്ല. കാരണം ഈ രണ്ടു പാർട്ടികളും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിന് ശേഷം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് SIR-ന് അനുകൂലമാണ് എന്നുള്ളത്. ADMK ചൂണ്ടിക്കാണിച്ചത് 2023 നടന്ന ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം അവിടെ മരിച്ച ഏതാണ്ട് 8000-ലധികം ആളുകളുടെ വോട്ടുകൾ ഉണ്ടായിരുന്ന ഉദാഹരണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നടപടിയെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ന്യായീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ രണ്ട് പാർട്ടികളെ വിളിച്ചിട്ടില്ല. പക്ഷെ TVക്ക് ക്ഷണിച്ചിരുന്നു. സ്റ്റാലിൻ തന്നെ കത്തെഴുതുകയായിരുന്നു. അപ്പോൾ TVക്ക് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിൽ അന്ന് അവർ പങ്കെടുത്തെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കരൂർ ദുരന്തത്തിന് ശേഷമുണ്ടായ സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് TVക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി PMK-യാണ്. പക്ഷേ PMK കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NDA-യുമായി നല്ല ബന്ധമുള്ള പാർട്ടിയാണ്. അവരും പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. DMDK വിജയകാന്തിന്റെ പാർട്ടിയാണ്. അവർ യോഗത്തിൽ ഇതിൽ ചില ആശങ്കയൊക്കെ അറിയിച്ചെങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരും പങ്കെടുക്കില്ല എന്നാണ്. പക്ഷേ 60-ലധികം പാർട്ടികൾക്കാണ് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പ്രത്യേകിച്ച് ഒരു വലിയ സഖ്യത്തെ തമിഴ്നാട്ടിൽ നയിക്കുന്നുണ്ട് DMK. ഇടതു പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, VCK ഉണ്ട്. അങ്ങനെ വലിയ നിര തന്നെ പാർട്ടികൾ തന്നെ ആ സഖ്യത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. തുടർന്ന് എന്തായിരിക്കും നടപടി എന്ന കാര്യം വിശദീകരിക്കും. ഒരുപക്ഷെ നിയമ നടപടികളടക്കം ആലോചിക്കുന്ന കാര്യമായിരിക്കാം DMK-യുടെ പരിഗണനയിൽ. അങ്ങനെ SIR കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് DMK-യുടെ തീരുമാനം. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.